ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറി എൻട്രി ഓഫ് റിക്കി ഓൺ ദ നൈറ്റ് ഹി സോ ദ റോബോട്ട് സ്റ്റീലിംഗ് ഹിസ് തിങ്സ്. എന്താണ് റോബോട്ട് തൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ട രാത്രിയിലെ റിക്കിയുടെ ഡയറി കുറിപ്പാണല്ലേ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിക്കിയുടെ ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബോക്സ് ഒക്കെ വരച്ച് അതിനുള്ളിൽ എന്ത് ചെയ്യാം, ഒരു കോർണറിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് എഴുതുക. 18th ജൂലൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈമും കൂടി എഴുതാവുന്നതാണ്. എന്തായാലും നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്, ഡയറിയാണ്, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ടു നൈറ്റ് സംതിങ് റിയലി സ്ട്രേഞ്ച് ഹാപ്പൻഡ്. ഇന്ന് രാത്രി വളരെ വിചിത്രമായൊരു സംഭവം നടന്നു. ഫൈനലി ഗോട്ട് ദ റോബോട്ട് ഇൻ ആക്ഷൻ. ഐ ഫൈനലി ഗോട്ട് ദ റോബോട്ട് ഇൻ ആക്ഷൻ. ഞാൻ എന്ത് ചെയ്തു, ഒടുവിൽ ഞാൻ ആ റോബോട്ടിനെ കയ്യോടെ പിടികൂടി. കോട്ട് എന്താണ്, ക്യാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പിടിക്കുക അല്ലേ. കോട്ട് എന്ന അതിൻ്റെ പാസ്റ്റ് ഫോമാണ്, അതായത് പിടിച്ചു, അതായത് പിടികൂടി. ഇവിടെ പിടികൂടി എന്ന മീനിങ് ആണ്. ഐ ഫൈനലി ഗോട്ട് ദ റോബോട്ട് ഇൻ ആക്ഷൻ. ഐ ഹാഡ് ബീൻ എ സസ്പീഷ്യസ് for a while because my favorite t-shirt and football went missing, and no matter how much I searched, I couldn't find them. എന്താണ്, കുറച്ച് നാളായിട്ട് എനിക്കുണ്ടായിരുന്നു, സസ്പീഷ്യസ് ആയിരുന്നു, സംശയം ഉണ്ടായിരുന്നു. വെൽ ബിക്കോസ് ഓഫ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ വെൻറ്റ് മിസ്സിങ് ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ സെർച്ച് ഐ കുഡിൻ ഫൈൻഡ് ദം. കാരണം എന്താണ്, എൻ്റെ പ്രിയപ്പെട്ട ടീഷർട്ടും ഫുട്ബോളൊക്കെ കാണാതായിരുന്നു അല്ലേ. അത് എത്ര തിരിഞ്ഞിട്ടും എന്താണ്, നോ മാറ്റർ ഹൗ മച്ച് ഐ സെർച്ച് ഐ കുഡിൻ ഫൈൻഡ് ദം. എത്ര തിരിഞ്ഞിട്ടും എനിക്കവ കണ്ടെത്താനായിട്ടില്ല. സോ ഐ ഡിസൈഡ് ടു ഫോളോ ദ റോബോട്ട് ക്വയറ്റ്ലി. അപ്പം ഞാൻ എന്ത് തീരുമാനിച്ചു, അതിനെ പിന്തുടരാൻ വേണ്ടി, ശബ്ദമുണ്ടാക്കാതെ പിന്തുടരാൻ ഞാൻ തീരുമാനിച്ചു. ടു മൈ സർപ്രൈസ് ഐ ആം സോ പിക്കിംഗ് അപ്പ് മൈ ക്ലോത്ത്സ് ആൻഡ് നീറ്റ്ലി പ്ലേസിംഗ് ദം ഇൻ ദ സ്റ്റോർ റൂം. അപ്പോൾ ഞാൻ എന്ത് കണ്ടു, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതെൻ്റെ വസ്ത്രങ്ങളെടുത്ത് സ്റ്റോർ റൂമിൽ വൃത്തിയായി വെക്കുന്നത് ഞാൻ കണ്ടു. ഇറ്റ് വാസ് സോ സ്ട്രേഞ്ച്. അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. വൈ വുഡ് എ റോബോട്ട് ടേക്ക് മൈ തിങ്സ്. എന്തിനു വേണ്ടിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. ഐ ഫീൽ ബോത്ത് സ്കെയേർഡ് ആൻഡ് ക്യൂരിയസ്. എനിക്കെന്താണ്, വളരെ ഭയവും ഒപ്പം കൗതുകവും തോന്നി. ഐ നീഡ് ടു ടെൽ മം ആൻഡ് ഡാഡ് അബൌട്ട് ദിസ്. എനിക്ക് എന്ത് ചെയ്യണം, ഇതേക്കുറിച്ച് അച്ഛനോടും അമ്മയോടൊക്കെ പറയണം. ഐ ഹോപ്പ് ദേ ബിലീവ് മീ. ഞാൻ വിചാരിക്കുന്നത് അവരെന്നെ വിശ്വസിക്കുമെന്നാണ്. റിക്കി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റിക്കിയുടെ ഡയറി എൻട്രി ഒന്ന് പഠിച്ചു വയ്ക്കാവുന്നതാണ്. തീർച്ചയായും എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഇമെയിൽ ടു എ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് ദ ന്യൂ റോബോട്ട്. ന്യൂ റോബോട്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ഇമെയിൽ അയക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. അതൊന്ന് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ എന്തൊക്കെയാണ്, ഫ്രം അഡ്രസ്സ് വേണം, ടു വേണം, സബ്ജക്റ്റ് അവർ ന്യൂ റോബോട്ട് ബട്ട്ലർ, ദെൻ ഡിയർ റോബിൻ, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് നിങ്ങൾ എഴുതുക. ദെൻ ഗസ് വാട്ട്, എന്താ, ഗസ് വാട്ട് എന്താണെന്ന് അറിയാമോ, ഒന്ന് ഗസ് ചെയ്യാൻ പറയണല്ലേ. വി ഗോട്ട് എ ന്യൂ റോബോട്ട് ബട്ട്ലർ അറ്റ് ഹോം ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ റോബോട്ട് ബട്ട്ലറെ കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് സപ്പോസ് ടു ഹെൽപ്പ് വിത്ത് ഓൾ ദ ഹൗസ് വർക്ക് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, ഈവൻ അയണിങ്. എന്താണ്, അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒന്നാണല്ലേ, അമേസിങ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെ ചെയ്യും, ഇറ്റ് ഈസ് സപ്പോസ് ടു ഹെൽപ്പ് വിത്ത് ഓൾ ദ ഹൗസ് വർക്ക് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ഈവൻ അയണിങ്. പാചകം ചെയ്യും, വൃത്തിയാക്കും, വസ്ത്രങ്ങൾ ഇസ്തിരിയിടും ഒക്കെ ചെയ്യും അല്ലേ. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് എവർ ബിക്കോസ് ഇറ്റ് ക്ലീൻ മൈ റൂം വൈൽ ഐ സ്ലെപ്റ്റ്. ഞാൻ ആദ്യം എന്താ വിചാരിച്ചത്, ഞാൻ ഉറങ്ങുമ്പോൾ അത് എൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കുന്നത് കൊണ്ട് ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഞാനത് കരുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് നൗ ഐ ആം നോട്ട് ഷുവർ. പക്ഷെ എനിക്കിപ്പോൾ അതിനൊരു ഉറപ്പില്ല. ഇറ്റ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് മൈ സ്റ്റഫ് ലൈക്ക് മൈ ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ ആൻഡ് ഹൈഡിങ് ദം. എന്നാൽ ഇപ്പോൾ എനിക്കത് അത്ര ഉറപ്പില്ല. എന്താണ്, അതെൻ്റെ ടീഷർട്ടും ഫുട്ബോളുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഒളിപ്പിക്കാൻ തുടങ്ങി അല്ലേ. ഐ ഫോളോഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് കോട്ട് ഇറ്റ് ഇൻ ദ ആക്ട്. ലാസ്റ്റ് എന്താണ്, കഴിഞ്ഞ രാത്രി ഞാൻ അതിനെ പിന്തുടർന്ന് കയ്യോടെ പിടികൂടി. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഗോട്ട് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇതിന് സ്വന്തമായിട്ടൊരു മനസ്സുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ കാൺ വെയിറ്റ് ടു ഫിഗർ ഔട്ട് വാട്ട്സ് ഗോയിങ് ഓൺ. ഐ വിൽ കീപ് യു അപ്ഡേറ്റഡ്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല. ഞാൻ എന്ത് ചെയ്യാം, ഐ വിൽ കീപ് യു അപ്ഡേറ്റഡ്. വിശേഷങ്ങൾ ഞാൻ നിന്നെ അപ്പോൾ അറിയിക്കാം.
ടേക്ക് കെയർ റിക്കി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമെയിലും പഠിച്ചയക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തോട്ട്സ് ഓഫ് റിക്കി വെൻ ദ റോബോട്ട് റെക്ടിഫൈഡ് ഇറ്റ്സ് ബിഹേവിയർ അതായത് എന്താണ്, റിക്കി എന്ത് ചെയ്യാണ്, റോബോട്ടിനെ റെക്ടിഫൈഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും, റോബോട്ട് അതിൻ്റെ പെരുമാറ്റം തിരുത്തിയപ്പോൾ റിക്കിയുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിക്കിയുടെ തോട്ട്സ് ആണ് എഴുതാൻ പറഞ്ഞത്. തോട്ട്സ് തീർച്ചയായിട്ടും എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. റിക്കീസ് തോട്ട്സ്. I never thought a robot could make them realize so much. റോബോട്ടിന് ഇത്രയധികം കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. At first I was really angry at the robot for taking my things. ഫസ്റ്റ് ഞാൻ എന്താണ്, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് റോബോട്ടിനോട് ദേഷ്യമായിരുന്നു. I even to get rid of it. എന്ത് ചെയ്തു, എനിക്കതിനെ ഒഴിവാക്കാൻ പോലും തോന്നിയിരുന്നു. ബട്ട് നൗ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് വാസ് ഡൂയിങ് ദാറ്റ് ഐ ഫീൽ ബിറ്റ് അഷെയ്മഡ്. ഇപ്പം എനിക്കെന്താണ്, അതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പം മനസ്സിലായപ്പോൾ എനിക്ക് അല്പം നാണക്കേട് തോന്നുന്നു, അഷെയ്മഡായല്ലേ. ദ റോബോട്ട് തോട്ട് മൈ സ്റ്റഫ് വാസ് ജങ്ക് ബിക്കോസ് ഐ ലെഫ്റ്റ് ലൈങ് അറൗണ്ട് കെയർലെസ്ലി. ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് കെയർലെസ്സായിട്ട് വലിച്ചെറിഞ്ഞത് കൊണ്ടാണത് ജഗ്ഗാണെന്ന്, അതായത് വേസ്റ്റ് ആയിട്ട് പാഴ്വസ്തുക്കളാണെന്ന് കരുതിയിട്ട് റോബോട്ട് അത് കേടായിട്ട് റോബോട്ട് കരുതിയിട്ടുണ്ടാവും അല്ലേ. ഇറ്റ് വാസ് എ ബ്രോക്കൺ ഓർ ഫാക്കൽറ്റി. ഇറ്റ് വാസ് ജസ്റ്റ് ട്രൈങ് ടു ബി എഫിഷ്യൻറ്റ്. ഇറ്റ് വാസ് ഇൻ ബ്രോക്കൺ ഓർ ഫാക്കൽറ്റി. എന്താണ് ബ്രോക്കൺ ഓർ ഫോൾട്ടി, എന്താ പറയുന്നത്, അത് അതിന് പ്രത്യേകിച്ച് കേടോ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ട്രൈങ് ടു ബി എഫിഷ്യൻറ്റ്, അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഐ ഗസ് ഐ നീഡഡ് ദിസ് ലെസൺ ടു സ്റ്റാർട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് മൈ തിങ്സ്. ഇനി എന്ത് ചെയ്യണം, എൻ്റെ സാധനങ്ങളൊക്കെ നന്നായി പരിപാലിക്കാൻ തുടങ്ങാൻ എനിക്ക് ഈ പാഠം ആവശ്യമായിരുന്നു. ഫ്രം നൗ ഓൺ ഐ വിൽ ബി മോർ റെസ്പോൺസിബിൾ ജസ്റ്റ് ലൈക്ക് ദ റോബോട്ട്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി മുതൽ റോബോട്ടിനെ പോലെ ഞാനും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായി മാറും. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ നമ്മുടെ റിക്കി ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിക്കിയുടെ തോട്ട്സ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിക്കി. റിക്കിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. റിക്കി ഈസ് ആൻ 11-year-old who was played in carefree, often leaving his things scattered around the house. അപ്പോൾ റിക്കിയുടെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം, റിക്കി ഈസ് ആൻ 11-year-old boy who is playful, carefree, often leaving his things സ്കാറ്റേഡ് അറൗണ്ട് ദ ഹൗസ്. വീട്ടിൽ സാധനങ്ങൾ ചിതറിയിടുന്ന കളിക്കാനും സന്തോഷിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു 11 വയസ്സുള്ള ആൺകുട്ടിയാണ് ആര്, റിക്കി അല്ലേ. ഹി ഈസ് എക്സൈറ്റഡ് അബൌട്ട് ഹാവിങ് എ റോബോട്ട് ബട്ട്ലർ അറ്റ് ഹോം, ബട്ട് വെൻ ഹിസ് ഫേവറേറ്റ് ഐറ്റംസ് സ്റ്റാർട്ട് ഡിസപ്പിയറിങ് ഹി ബിക്കം സസ്പീഷ്യസ് ആൻഡ് ആംഗ്രി. എന്തായിരുന്നു ഫസ്റ്റ് അവൻ എന്താണ്, വളരെയധികം ആവേശഭരിതനായിരുന്നല്ലേ വീട്ടിൽ റോബോട്ട് വാങ്ങി നോക്കുമ്പോൾ. ബട്ട് വെൻ ഹിസ് ഫേവറേറ്റ് ഐറ്റംസ് സ്റ്റാർട്ട് ഡിസപ്പിയറിങ് ഹി ബിക്കെയിം സസ്പീഷ്യസ് ആൻഡ് ആംഗ്രി. എന്നാൽ അവൻ എന്താണ്, തൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ കാണാതാവാൻ ഡിസപ്പിയർ ആവാൻ തുടങ്ങി നോക്കുമ്പോൾ എന്താണ്, അവന് ഉള്ളിൽ സംശയവും ബിക്കെയിം സസ്പീഷ്യസ് ആൻഡ് ആംഗ്രി, ദേഷ്യവുമായിട്ട് മാറിയല്ലേ. Despite his initial frustration, Ricky is curious and determined, eventually discovering that robot was only trying to clean up his mess. തുടക്കത്തിൽ നിരാശയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും റിക്കി എങ്ങനെയായിരുന്നു, റിക്കി ഭയങ്കര നിശ്ചയദാർഢ്യമുള്ളവനായിരുന്നു. ഒടുവിൽ റോബോട്ട് തൻ്റെ അഴുക്കുകൾ വൃത്തിയാക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്ന് അവൻ കണ്ടെത്തുകയാണ് അല്ലേ. ദിസ് റിയലൈസേഷൻ മേക്സ് റിക്കി ഫീൽ അഷേംഡ് ആൻഡ് ഡിസൈഡ് ടു ബിക്കം മോർ റെസ്പോൺസിബിൾ ആൻഡ് ഓർഗനൈസ്ഡ്, ഷോയിങ് ദാറ്റ് ഹി ഈസ് തോട്ട്ഫുൾ ബോയ് ഹു ലേൺസ് ഫ്രം ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ ഈ തിരിച്ചറിവ് എന്താണ്, റിക്കിയിൽ വളരെ അഷേംഡ്, നാണക്കേട് ഉണ്ടാക്കിയല്ലേ. അങ്ങനെ അവൻ എന്താവാണ്, ബിക്കം മോർ റെസ്പോൺസിബിൾ ആൻഡ് ഓർഗനൈസ്ഡ് ആവുകയാണ് അല്ലേ. കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനും സംഘടിതനുമാകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൻ ഷോയിങ് ദാറ്റ് ഹി ഈസ് എ തോട്ട്ഫുൾ ബോയ് ഹു ലേൺസ് ഫ്രം ഹിസ് മിസ്റ്റേക്ക്. അവൻ തൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന ഒരു ചിന്താശീലനായ കുട്ടിയാണെന്ന് ഇത് കാണിക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റർ റിട്ടൺ ബൈ ദ ഓതർ ഹിസ് നീസ് എക്സ്പ്ലെയിൻസ് അബൌട്ട് ഹിസ് UAE ട്രിപ്പ്. Okay, the next question, letter written by the author to his explaining about his UAE trip. അപ്പോൾ നമ്മുടെ ഓതർ എന്ത് ചെയ്യാണ്, ഓർമ്മയുണ്ടല്ലോ ചാപ്റ്റർ ഏതാണെന്ന്. യെസ്,
അപ്പോൾ എന്ത് ചെയ്യാം, ലെറ്റർ റിട്ടൺ ബൈ ദ ഓതർ ഹിസ് നീസ് എക്സ്പ്ലൈനിങ് അബൌട്ട് ഹിസ് UAE ട്രിപ്പ്. ഓതർ തൻ്റെ നീസിനല്ലേ അനന്തരവൾക്ക് എഴുതിയ ഒരു UAE ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ലെറ്ററാണ്. അദ്ദേഹം പോയ ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നീസിന് എഴുതുന്ന ഒരു ലെറ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡിയർ സുഷമ, ഞാൻ എന്തൊക്കെ പറയാം? ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നിനക്ക് സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് മൈ റീസെൻറ്റ് ട്രിപ്പ് ടു UAE. അപ്പം ഞാൻ അപ്പം അടുത്ത് പോയിട്ടുള്ള UAE യാത്രയെക്കുറിച്ച് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ജേർണി ബട്ട് എൻജോയ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു, പക്ഷെ ഞാൻ എന്താണ് ഐ എൻജോയ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ്. ഇതിൻ്റെ എല്ലാ നിമിഷവും ഞാൻ എന്ത് ചെയ്തു? എൻജോയ് ചെയ്തു. ഇറ്റ് സ്റ്റാർട്ടഡ് റാസൽ ഗൈമ ആൻഡ് ദെൻ ട്രാവൽഡ് അബുദാബി. ഫസ്റ്റ് എവിടെ നിന്നാണ്? ഞാൻ റാസൽ ഗൈമയിൽ നിന്ന് തുടങ്ങി പിന്നീട് അബുദാബിയിലേക്കൊക്കെ യാത്ര ചെയ്തു. ദിസ് പ്ലേസ് ഐ സേ വാസ് സോ മോഡേൺ ആൻഡ് ബ്യൂട്ടിഫുൾ. സ്ഥലങ്ങൾ വളരെ മോഡേണും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ മനോഹരവുമായിരുന്നു. ദ ബീച്ചസ് വെർ ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ആൻഡ് ദ ബുർജ് ഖലീഫ ഇൻ ദുബൈ വാസ് സിംപ്ലി ബ്രീത്ത് ടേക്കിംഗ്. അതുപോലെ കടൽ തീരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ക്വയറ്റായിരുന്നു, അല്ലെ, ശാന്തമായിരുന്നു. ആൻഡ് പീസ്ഫുൾ ആൻഡ് ദ ബുർജ് ഖലീഫ ഇൻ ദുബൈ വാസ് പീപ്പിളി ബ്രീത്ത് ടേക്കിംഗ്. ദുബായിലെ ബുർജ് ഖലീഫ ശരിക്കും എന്തായിരുന്നു? ഒരു വിസ്മയകരമായിരുന്നു. ഐ ആൾസോ വിസിറ്റഡ് ഓൺ ദ ലൗറെ അബുദാബി മ്യൂസിയം വിച്ച് ഹാസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർട്സ് ആൻഡ് ആർട്ടിക്രാഫ്റ്റ്. ലോകത്തിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ചില കലകളും പുരാവസ്തുക്കളുമായിട്ടുള്ള I also visited Lahore Abu Dhabi Museum, which is some of the world's most fascinating and artifacts അല്ലേ. അപ്പോൾ എന്താണ്, അബുദാബിയിലെ മ്യൂസിയമൊക്കെ ഞാൻ സന്ദർശിച്ചു. ഓൾദോ മൈ വിസിറ്റ് വാസ് ഷോർട്ട്, ഇറ്റ് വാസ് ഫുൾ ഓഫ് അമേസിങ് സൈറ്റ്സ്. എൻ്റെ യാത്ര എങ്ങനെയായിരുന്നു? ചെറുതായിരുന്നു, ഷോർട്ടായിരുന്നു. ഇറ്റ് വാസ് ഫുൾ ഓഫ് അമേസിങ് സൈറ്റ്. അത് നിറച്ചെന്തായിരുന്നു? ഫുൾ ഓഫ് അമേസിങ് സൈറ്റ്സ് ആയിരുന്നു, അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഐ വിഷ് യു were there with me to see it all. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കാണാൻ നീയും എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ടേക്ക് കെയർ ആൻഡ് റൈറ്റ് ബാക്ക് സോൺ. ശ്രദ്ധിക്കുക, ടേക്ക് കെയർ ചെയ്യുക, റൈറ്റ് ബാക്ക് സോൺ. ഉടനെ തന്നെ എന്ത് ചെയ്യുക? മറുപടി എഴുതുക. ലവ്, ഓക്കെ, ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പേരും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ലെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഇനി നെക്സ്റ്റ് അടുത്തതൊരു തോട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. തോട്ട്സ് ഓഫ് ദ ഓതർ വെൻ ഹി സോ ദ മോഡേൺ UAE. മോഡേൺ UAE കണ്ടപ്പം ഓതറിനുണ്ടായ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ നോക്കുന്നത്. ദ ഓതർ വാസ് ഫീൽഡ് വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെന്റ് വെൻ ഹി സോ ദ മോഡേൺ UAE. ആധുനിക UAE കണ്ടപ്പോൾ എന്താണ്? എഴുത്തുകാരൻ എങ്ങനെ വണ്ടറും അതുപോലെ അമേസ്മെന്റും ആയി, അല്ലേ. യു കുഡിൻറ്റ് ബിലീവ് ഹൗ മച്ച് ദ കൺട്രി ഹാഡ് ചേഞ്ച്ഡ് ആൻഡ് ഡെവലപ്ഡ്. രാജ്യം എത്രമാത്രം മാറുകയും വികസിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ബിലീവ് ചെയ്യാൻ, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. The tall buildings, especially the Burj Khalifa and the clean, serene beaches made him realize how advanced and beautiful the UAE had become. അപ്പോൾ എന്തൊക്കെയാണ്? ഉയരമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ബീച്ചസ് മേഡ് ഹിം റിയലൈസ് ഹൗ അഡ്വാൻസ്ഡ് ആൻഡ് ബ്യൂട്ടിഫുൾ UAE had become. അതുപോലെ തന്നെ എന്താണ്? ശാന്തമായ കടൽ തീരങ്ങളും UAE എത്രത്തോളം പുരോഗമിച്ചത് മനോഹരവുമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്, അല്ലേ. ഹി അഡ്മയർഡ് ദ കൺട്രീസ് പ്രോഗ്രസ് ആൻഡ് ഫെൽറ്റ് എ സെൻസ് ഓഫ് ദ മോഡേൺ ആർക്കിടെക്ചർ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് സിറ്റീസ്. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി അദ്ദേഹം എന്ത് ചെയ്യാണ്? പ്രശംസിക്കുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? ആധുനിക വാസ്തുവിദ്യയിൽ നന്നായി പരിപാലിക്കപ്പെടുന്ന നഗരങ്ങളിൽ അദ്ദേഹം വളരെ അത്ഭുതമായി തോന്നുകയാണ്, അല്ലേ. The blend of tradition and modernity left a deep impression on him, making him appreciate the unique charm of UAE. അപ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും ഒക്കെ ഒരു മിക്സ് ആണ്, അല്ലെ. ബിലീവ് ദ മോഡേണിറ്റി ലെഫ്റ്റ് ഡീപ്പ് ഇംപ്രഷൻ ഓൺ ഹിം, മേക്കിംഗ് ഹിം അപ്രിഷിയേറ്റ് ദ യുണീക് ചാം ഓഫ് UAE. വിശേഷമായ ആകർഷണീയത എന്താണ്? അത് ആകർഷണീയത അംഗീകരിക്കുകയാണ്, അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡയറി ഓഫ് ദ ഓതർ ഓൺ ദ ഡേ ഓഫ് ഹി വിസിറ്റ് ടു അബുദാബി. ഡയറി ഓഫ് ദ ഓതർ ഓൺ ദ ഡേ ഓഫ് ഹി വിസിറ്റ് ടു അബുദാബി. അബുദാബി വിസിറ്റ് ചെയ്ത ശേഷം ആ ഓതറിൻ്റെ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്.
ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ഫസ്റ്റ് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാവുന്നതാണ്. ഡേറ്റ് എഴുതാൻ മറന്നു പോകരുത്. ദെൻ ടൈമും വേണമെങ്കിൽ നിങ്ങൾ എഴുതുക. ദെൻ എഴുതാൻ നമുക്ക് ടുഡേ വാസ് എൻ ഇൻക്രെഡിബിൾ ഡേ. ഇന്നൊരു അവിശ്വസനീയമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഐ വിസിറ്റഡ് അബുദാബി ആൻഡ് വാസ് എമേസ്ഡ് ബൈ ദ സൈറ്റ്സ് ഐ സോ. ഞാൻ കണ്ട കാഴ്ചകളൊക്കെ എന്തായിരുന്നു? ഞാൻ കണ്ട കാഴ്ചകളൊക്കെ വളരെ അത്ഭുതമുള്ളതായിരുന്നു അല്ലേ. ദ ഡ്രൈവ് ഫ്രം റാസൽ ഖൈമ ടു അബുദാബി വാസ് ലോങ് ബട്ട് വർത്ത് ഇറ്റ്. റാസൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര എങ്ങനെ ലോങ് ആയിരുന്നു, പക്ഷെ അത് വോത്തായിരുന്നു അല്ലെ, മൂല്യമുള്ളതായിരുന്നു. ദ ബീച്ചസ് വർ സോ കാം ആൻഡ് ബ്യൂട്ടിഫുൾ മേക്കിംഗ് മീ ഫീൽ എ സെൻസ് ഓഫ് പീസ്. എങ്ങനെയായിരുന്നു? കടൽ തീരങ്ങളൊക്കെ വളരെ ശാന്തവും മനോഹരവുമായിരുന്നു. അതെനിക്ക് എന്ത് നൽകി? പീസ് നൽകി, സമാധാനം നൽകി. ബട്ട് ദ ഹൈലൈറ്റിംഗ് ഓഫ് മൈ ഡേ വാസ് വിസിറ്റിംഗ് ഓഫ് ലൗറെ അബുദാബി മ്യൂസിയം. പക്ഷെ എൻ്റെ ഡേയിലെ എന്താ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? യെസ്, ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിസിറ്റിംഗ് ഓഫ് ലൗറെ അബുദാബി മ്യൂസിയം അല്ലെ. ലൗറെ അബുദാബി മ്യൂസിയം സന്ദർശിച്ചതായിരുന്നു. ഇറ്റ് ഈസ് സച്ച് എ മാഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഫുൾ ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി. അവിടെ എന്താണ്? കലയും ചരിത്രവും നിറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അല്ലേ. ഐ കുഡ് ഓൺലി സ്പെൻഡ് എ ഹാഫ് എ ഡേ ദർ ബട്ട് ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ടു എക്സ്പ്ലോർ. എനിക്ക് ആകെ കുറച്ച് സമയം മാത്രമേ അവിടെ, അര ദിവസം മാത്രമേ എനിക്ക് അവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താണ്? ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ടു എക്സ്പ്ലോർ. എനിക്ക് അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. UAE ഹാസ് ട്രൂലി സർപ്രൈസ്ഡ് മീ വിത്ത് ഇറ്റ്സ് മോഡേൺ വണ്ടേഴ്സ്. UAE എന്താണ്? ശരിക്കും എന്നെ അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള മോഡേൺ വണ്ടേഴ്സിൽ ഞാൻ ആകെ സർപ്രൈസ്ഡായി. ഐ കാൺ വെയിറ്റ് ടു സീ വാട്ട് ടുമാറോ ബ്രിങ്സ്. നാളെ എന്താണ് കാത്തിരിക്കുന്നത് കാണാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ഡയറി എൻട്രി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതേ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഓതർ ആൻഡ് ഹിസ് ഫ്രണ്ട് അശോകൻ അബൌട്ട് UAE. അപ്പോൾ എന്താണ്? ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷനാണ്? ഓതറും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അശോകനും തമ്മിൽ UAE കുറിച്ചിട്ട് എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അവരുടെ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓതർ ചോദിക്കുകയാണ്, അശോകൻ, ഐ മസ്റ്റ് സേ ഐ ആം ട്രൂലി അമേസ്ഡ് ബട്ട് ഐ ഹാവ് സീൻ ഹിയർ ഇൻ ദ UAE. ദ ഡെവലപ്മെൻറ്റ് ഈസ് അൺബിലീവബിൾ. അപ്പോൾ എന്താ ഓതർ പറയുന്നത്? അശോക, എനിക്ക് എന്താണ് പറയാതിരിക്കാൻ വയ്യ അല്ലേ. UAE ഞാൻ കണ്ട കാഴ്ചകൾ എന്താണ്? ഐ ഹാവ് സീൻ UAE ദ ഡെവലപ്മെൻറ്റ് ഈസ് അൺബിലീവബിൾ. അവിടെ നടത്തിയിട്ടുള്ള വികസനമൊക്കെ എന്താണ്? അവിശ്വസനീയമാണ്, അൺബിലീവബിൾ ആണെന്ന് പറയുകയാണല്ലേ. ദെൻ അശോകൻ പറയാണ്, യെസ് ദ UAE ഗ്രോൺ സോ മച്ച് ഓവർ ദ ഇയേഴ്സ്. The skyscrapers, the clean streets and the advanced infrastructure are impressive, aren't they? അപ്പോൾ എന്താ അശോക് അത് പറയുകയാണല്ലേ. UAE വളരെയധികം വളർന്നു എന്ന് പറയുകയാണ്. ദെൻ ആകാംക്ഷ ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും ക്ലീൻ സ്ട്രീറ്റ്സും വൃത്തിയുള്ള തെരുവുകളും ആൻഡ് ദ അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആർ ഇംപ്രസീവ്. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എങ്ങനെയാണ്? വളരെ ആകർഷകമാണല്ലേ. ആളിൻ്റെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓതർ പറയാണ്, അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും. ദ ബുർജ് ഖലീഫ വാസ് സ്റ്റണ്ണിങ് ആൻഡ് ദ ബീച്ചസ് സോ പീസ്ഫുൾ. ബുർജ് ഖലീഫയ്ക്ക് എന്തായത്? വളരെ സ്റ്റണ്ണിങ് ആയിരുന്നു, അതിശയിപ്പിക്കുന്നതായിരുന്നു. ദെൻ ബീച്ചസ് സോ പീസ്ഫുൾ. കടൽ തീരങ്ങളൊക്കെ വളരെ ശാന്തമാണ്. ഐ നെവർ എക്സ്പെക്റ്റഡ് ടു സീ സച്ച് എ മിക്സ് ഓഫ് മോഡേണിറ്റി ആൻഡ് ട്രഡീഷൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ. എന്താണ്? മിക്സ് ഓഫ് മോഡേണിറ്റി ആൻഡ് ട്രഡീഷൻ. മോഡേണിറ്റിയും അതുപോലെ തന്നെ ട്രഡീഷനും പാരമ്പര്യവും ഇങ്ങനെ ഒരു സംയോജനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പറയാണ്. അപ്പോൾ ഓതർ പറയാണ്, അശോകം, നെക്സ്റ്റ് അശോകനാണല്ലേ. ദാറ്റ്സ് വാട്ട് മേക്സ് ദ UAE യുണീക്ക്. എന്താ ചോദിക്കണത്? വളരെയധികം ദാറ്റ്സ് മേക്ക് ദ യുണീക്ക്. ഇറ്റ് പ്ലേസ് ഫോർ ദ ഓൾഡ് ആൻഡ് ദ ന്യൂ കോഎക്സിസ്റ്റ് ബ്യൂട്ടിഫുള്ളി. അപ്പം എന്താണ്? ബ്യൂട്ടിഫുൾ. ഡിഡ് യു എൻജോയ് എ വിസിറ്റ് ടു ലൗറെ അബുദാബി? അപ്പോൾ അബുദാബിയിലുള്ള സന്ദർശനമൊക്കെ നീ എൻജോയ് ചെയ്തു, ആസ്വദിച്ചു എന്നൊക്കെ ചോദിക്കുകയാണല്ലേ. അപ്പോൾ ഓതർ പറയണം, വെരി മച്ച്. ദ മ്യൂസിയം ഈസ് ട്രഷർ, ലവ് ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി. വളരെയധികം. ഇവിടുത്തെ മ്യൂസിയമൊക്കെ എങ്ങനെയാണ്? ട്രഷറും ട്രോ ഓഫ് ആർട്ട് ആൻഡ് ഹിസ്റ്ററി, കലയുടെയും ചരിത്രത്തിൻ്റെയൊക്കെ ഒരു നിധിയാണെന്ന് പറയുകയാണല്ലേ. ഓൺലി ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ടു എക്സ്പ്ലോർ ഇറ്റ് ഫുള്ളി. അത് പൂർണ്ണമായിട്ട് കാണാൻ കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെന്ന് പറയുകയാണല്ലേ. അപ്പോൾ അശോകൻ എന്താവും പറയുക? ദാറ്റ്സ് തിങ് വിത്ത് UAE, there's always something more to see and experience. I am glad you were enjoyed your trip. അപ്പോൾ UAEയുടെ കാര്യം അത് തന്നെയാണെന്ന് പറയാനല്ലേ. എപ്പോഴും കാണാനും അനുഭവിക്കാനും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണല്ലേ. ദെൻ ഐ ആം ഗ്ലാഡ് യു എൻജോയ്ഡ് യുവർ ട്രിപ്പ്. നിൻ്റെ യാത്ര നീ ആസ്വദിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഗ്ലാഡ് മീൻസ് ഹാപ്പി അല്ലേ, സന്തോഷമുണ്ടെന്ന് പറയാണ്.
ദെൻ ഓതർ പറയാണ് ഇൻഡീഡ് അശോകൻ ദിസ് ട്രിപ്പ് ഹാസ് ഗിവൺ മീ എ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ദിസ് ഫാസിനേറ്റിംഗ് കൺട്രി. താങ്ക് യു ഫോർ ഷോയിങ് മീ അറൗണ്ട്. അപ്പോൾ ഓതർ പറയാണ് ഇന്ത്യ തീർച്ചയായിട്ടും അശോകൻ ദ ട്രിപ്പ് ഹാസ് ഗിവൺ മീ ന്യൂ പേഴ്സ്പെക്റ്റീവ് ഓഫ് ദിസ് ഫാസിനേറ്റിംഗ് കൺട്രി. അപ്പോൾ ഈ രാജ്യത്തെ കുറിച്ചിട്ട് എനിക്കൊരു പുതിയ കാഴ്ചപ്പാടാണ് ഈ യാത്ര നൽകിയതെന്ന് പറയുകയാണല്ലേ. ദെൻ താങ്ക് യു ഫോർ ഷോയിങ് മീ അറൗണ്ട്. അപ്പോൾ എന്നോടൊക്കെ ചുറ്റിക്കാണിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അശോകനും മോഹദറും കൂടി സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന ഈ ഒരു കോൺവെർസേഷൻ നിങ്ങളുടേതായ ഇമാജിനേഷനിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം അടുത്ത നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. കാഫ്കയും ഗേളിനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. തോട്ട്സ് ഓഫ് കാഫ്ക വെൻ ഹി സോ ദ ക്രൈയിങ് ഗേൾ. ക്രൈയിങ് ഗേൾ, കരയുന്ന പെൺകുട്ടിയെ കണ്ടു നോക്കുമ്പോൾ കാഫ്കയുടെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക? When Kafka saw the little girl crying because she had lost her doll, he felt sad for her. അവളോട് അതായത് തോന്നിയിട്ടുണ്ടാവും അല്ലേ. He wanted to comfort her, make her feel better. He quickly thought of might cheer up her by pretending that the doll had gone a journey. Kafka wanted to bring a smile to her face and help her forget her sadness. അങ്ങനെ കാഫ്കയ്ക്ക് എന്ത് ചെയ്യണം? അവളെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയാണല്ലോ. അങ്ങനെ അദ്ദേഹം എന്ത് പറയുകയാണ്? തൻ്റെ ഒരു യാത്ര പോയതാണെന്ന് നടിച്ച് അവളെ സന്തോഷിപ്പിക്കാനുള്ള വഴി അങ്ങനെ തിരഞ്ഞെടുക്കുകയാണല്ലേ. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്? കാഫ്ക വാണ്ടഡ് ടു ബ്രിങ് സ്മൈൽ ടു ഹെർ ഫേസ് ആൻഡ് ഹെൽപ്പ് ഹർ ഫോർഗെറ്റ് ഹെർ സാഡ്നെസ്. അവൾക്ക് മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാനും അവളുടെ സങ്കടം മറക്കാൻ സഹായിക്കാനും എന്ത് ചെയ്തു? കാഫ്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഡയറി എൻട്രി ഓഫ് കാക്ക ഓൺ ദ ഡേ ഹി ഫസ്റ്റ് സോ ദ ഗേൾ. ഫസ്റ്റ് ദിവസം ആ ഗേളിനെ കണ്ടുമുട്ടിയ ദിവസം ആ കാഫ്ക എന്ത് ചെയ്യണം? അന്നേ ദിവസത്തെ ഡയറി എഴുതാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡയറി എൻട്രി നോക്കാം. ഡയറി എൻട്രി ഓഫ് കാഫ്ക ഓൺ ദ ഡേ ഹി ഫസ്റ്റ് സോ ദ ഗേൾ. ഫസ്റ്റ് ഡേ എഴുതുക, ഡേറ്റ്, ഡേ, മന്തും എഴുതാവുന്നതാണ്. ഡയറിയാണ്. ദെൻ ടുഡേ വൈൽ വാക്കിംഗ് ഇൻ ദ പാർക്ക് ഐ മെറ്റ് എ ലിറ്റിൽ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷി ലോസ്റ്റ് ഹെർ ഡോൾ. എന്താണ്? ഒരു പാവ തിരികെ കിട്ടാത്തതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്ന് എന്ത് കണ്ടു? ഇന്ന് ഞാൻ പാർക്കിലൂടെ നടക്കുമ്പോൾ പാവം നഷ്ടപ്പെടുന്ന തുടർന്ന് കരയുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ ഞാൻ എന്ത് ചെയ്തു? കണ്ടുമുട്ടി. ഐ ഫെൽറ്റ് സോ സോറി ഫോർ ഹർ ആൻഡ് വാണ്ട് ടു ഹെൽപ്പ്. എനിക്ക് അവളോട് വളരെയധികം വിഷമം തോന്നുകയാണല്ലോ, വളരെയധികം ദയ തോന്നുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഐ വാണ്ടഡ് ടു ഹെൽപ്പ്. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു അല്ലേ. To cheer her up, I told her that doll had an exciting trip around the world. അപ്പോൾ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പാവ എന്ത് ചെയ്യാൻ പോയിന്ന്? ലോകം ചുറ്റിക്കറങ്ങാൻ ഒന്ന് പോയിന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. ഷീ സീംഡ് ടു ഫീൽ ബെറ്റർ ആഫ്റ്റർ ഹിയറിങ് ദാറ്റ്. ഇത് കേട്ട് നോക്കുമ്പോൾ അവൾക്ക് എന്തായി? കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുകയാണല്ലോ, അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നുകയാണ്. ഐ പ്രോമിസ്ഡ് ദാറ്റ് ഐ വുഡ് ബ്രിങ് ഹെർ ലെറ്റർ ഫ്രം ദ ഡോൾ. ഐ ഹോപ്പ് ദിസ് മേക്സ് ഹെർ ഹാപ്പി അഗെയിൻ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? പാവയിൽ നിന്നുള്ള കത്തുകളൊക്കെ എത്തിച്ച് നൽകാമെന്ന് ഞാൻ അവൾക്ക് വാഗ്ദാനം നൽകുകയാണ് അല്ലേ. ദെൻ ഐ ഹോപ്പ് ദിസ് മേക്ക് ഹെർ ഹാപ്പി അഗെയിൻ. അപ്പോൾ ഇതവളെ വീണ്ടും സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാഫ്ക. അപ്പോൾ ഇതുപോലെ എന്താണ് കാഫ്കയുടെ ഡയറി എൻട്രി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഇൻവിറ്റേഷൻ കാർഡാണ്. സെൻഡ് ബൈ ദ ഡോൾ ടു ദ ഗേൾ ഇൻവൈറ്റിംഗ് ഹെർ ടു ദ ഡോൾസ് മാരേജ്. അപ്പോൾ ഡോളിൻ്റെ കല്യാണത്തിന് അല്ലേ പെൺകുട്ടിയെ ക്ഷണിച്ചുകൊണ്ടൊരു കത്ത് എഴുതുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക നമുക്ക് നോക്കാം അല്ലേ. യു ആർ ഇൻവൈറ്റഡ് ഡിയർ ഇർമ, ഐ ആം സോ എക്സൈറ്റഡ് ഇൻവൈറ്റ് യു വെഡിങ്. എന്താണ്? പ്രിയപ്പെട്ട ഇർമ, എൻ്റെ വിവാഹത്തെ നിന്നെ ക്ഷണിക്കുന്ന എനിക്ക് വളരെയധികം എക്സൈറ്റഡ് ആണ്. ദെൻ ഡേറ്റ്, ഡേ, മന്ത്, ടൈം എഴുതുക. ദെൻ പ്ലേസ്, ദെൻ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഫാർ എവേ, പ്ലീസ് ജോയിൻ അസ്, വി സെലിബ്രേറ്റ്സ് ദിസ് ഹാപ്പി ഒക്കേഷൻ. ഈ സന്തോഷകരമായ അവസരം ആഘോഷിക്കുന്നതിനെ ഞങ്ങളോടൊപ്പം നീ ദയവായിട്ട് ചേരുക. വിത്ത് ലോഡ്സ് ഓഫ് ലവ്, യുവർ ഡോൾ ലെവി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ടൊരു ഇൻവിറ്റേഷൻ കാർഡ് ഒന്ന് തയ്യാറാക്കി നോക്കുക. ഓക്കെ, തന്നെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാഫ്കയുടെ ക്യാരക്ടർ സ്കെച്ചാണ്.
Kafka is a kind and imaginative person who cares deeply about others, especially children. കഫ്ക എങ്ങനെയുള്ള ആളാണ്? മറ്റുള്ളവരെ പ്രത്യേകിച്ച് എന്താണ് കുട്ടികളെ വളരെ കരുതലോടെ കാണുന്ന ദയയും അതുപോലെ തന്നെ ആ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ആര്? കാഫ്ക എന്ന് പറയുന്നത്. വെൻ ഹി സോ എ ലിറ്റിൽ ഗേൾ ക്രൈയിങ് ഓവർ ഹെർ ലോസ്റ്റ് ഡോൾ ഹി ഇമ്മീഡിയറ്റ്ലി വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. പെട്ടെന്നൊരു പെൺകുട്ടി ആ കരയുന്നത് കണ്ടപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. കാഫ്കാസ് ക്രിയേറ്റിവിറ്റി ഷോൺ ത്രൂ വെൻ ഹി കെയിം അപ്പ് വിത്ത് ഐഡിയ ഓഫ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദെൻ പ്രിറ്റൻഡിങ് ദാറ്റ് ഇറ്റ് ഹാഡ് ഗോൺ ഓൺ എ ജേർണി. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ ആശയങ്ങൾ മുന്നോട്ട് എന്തായിരുന്നു? അദ്ദേഹത്തെ പാവ എന്ത് ചെയ്യുന്നുണ്ട്? പെൺകുട്ടി കരയുന്നത് കണ്ടപ്പോൾ അവൾ ഉടൻ തന്നെ ആഗ്രഹിച്ചില്ല. പാവ യാത്ര പോയെന്ന നടിച്ചതിൽ നിന്ന് കത്തുകളൊക്കെ എഴുതുന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ കാഫ്കയുടെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അല്ലേ. Then he action shows that she is not only compassionate but also thoughtful and clever, always thinking of ways bring to joy to those around him. അപ്പം അദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണ്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്? കരുണയുള്ളവൻ മാത്രമല്ല, അതുപോലെ തന്നെ എന്താണ്? ചിന്താശീലനും മിടുക്കനാണെന്ന് കാണിക്കുകയാണ് അല്ലേ. കാരണം എന്താണ്? ചുറ്റുള്ളവർക്ക് സന്തോഷം നൽകാനുള്ള വഴികൾ അദ്ദേഹം എപ്പോഴും ചിന്തിക്കുക അല്ലേ. ഓൾവേസ് തിങ്കിങ് ഓഫ് വേസ് ടു ബി ജോയിങ് ദോസ് അറൌണ്ട് ഹിം. കഫ്ക ജെന്റിൽ നാച്ചർ ആൻഡ് ക്വിക്ക് തിങ്കിങ് മേക്ക് ഹിം ബിലോഡ് ക്യാരക്ടർ ഹു ടച്ചസ് ദ ഹാർട്ട്സ് ഓഫ് ദോസ് മീറ്റ്സ്. അപ്പം എന്താ പറയുക? അവനെ തൻ്റെ ഹൃദയങ്ങളെ കണ്ടുമുട്ടുന്നവരുടെയൊക്കെ എന്താണ്? ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു പ്രിയപ്പെട്ട കഥാപാത്രമായിട്ട് മാറുകയാണ് അല്ലേ. ഈ കാഫ്കയ്ക്ക് ഗേളിന് വല്ല പരിചയമുണ്ടോ? എന്നാലും അവളെ ഹാപ്പി ആക്കാനാണല്ലേ കാഫ്ക ശ്രമിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറുകളാണ് കാഫ്ക എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കാഫ്കയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ പഠിച്ചു വയ്ക്കും. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.